സാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ്. റിട്ടയർഡ് ആയപ്പോൾ അനുജൻ ചെയ്ത ഒരു കമ്മിറ്റ്മെന്റ്, അപ്പോൾ അനുജൻ ചെയ്തു എന്തായിരുന്നാലും അത് നമുക്ക് ചെയ്യണമെന്നുള്ളതാണ്. ഒരു വാട്ടർ അതോറിറ്റിയിലെ ഒരു ചീഫ് എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ മേഖല, ഇതൊരു വ്യത്യസ്ത മേഖല. ഇതിനെ എങ്ങനെയാണ് സാർ അത് ഹാൻഡിൽ ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ഇതിനെ പറ്റി പറയുന്ന മുമ്പ് റിട്ടയർ ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം, ഞങ്ങളവിടെ നിയത്ത് എന്ന് പറയും, മറ്റുള്ളവരുടെ കീഴിൽ ഇനി വർക്ക് ചെയ്യില്ല എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള എൻഗേജ്മെൻറ്റ്. ഇവിടെ കേരളത്തിലാണ് 55 വയസ്സാണ് റിട്ടയർമെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അതന്നെ ലൈഫ് സ്പാൻ നോക്കുമ്പോൾ ഇപ്പോൾ അത് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു ഫീൽഡ് ആയതുകൊണ്ടും, പക്ഷേ വർക്കേഴ്സിനെ മാനേജ് ചെയ്യാൻ എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു വാട്ടർ അതോറിറ്റിയിൽ. പിന്നെ പ്യൂൺ മുതൽ സൂപ്പർ എഞ്ചിനീയേഴ്സ് വരെ ഒരുപാട് ആൾക്കാരെ ഡീൽ ചെയ്തുള്ള ആ പരിചയം എനിക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും. കോൺട്രാക്ടേഴ്സ് ഒരുപാട്, അതായത് പബ്ലിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജനവുമായിട്ട് എപ്പോഴും അടുത്തിടപെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് വാട്ടർ അതോറിറ്റി. അപ്പോൾ ഇതും ഏകദേശം അതുപോലെ തന്നെയാണ്, കാരണം ജനകീയമാണ്. അപ്പോൾ അത് ഇതിലേക്ക് വന്നപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. ഒന്ന് ചിന്തിച്ചാൽ മതി എന്നുള്ളത്, വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ അത് എത്രത്തോളമാണ് സാർ എൻജോയ് ചെയ്യുന്നത്? കാരണം ഇപ്പോൾ കാരണം ഇതൊരു കാരണം സാർ ആഗ്രഹിച്ചു റിട്ടയർമെന്റ് മുമ്പ് ഞാൻ ഫുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ റിസ്ക് ഉണ്ട്, കുറേ റിസ്ക് ഫാക്ടർ ഉണ്ട്. മറ്റേ ടൈമായിരുന്നു, കാരണം നമുക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോവാം, വീട്ടിൽ വരും. ഇതിനൊരു ടൈം, ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന മുമ്പ് എല്ലാവർക്കും ബുക്ക് എത്തിക്കണം, അതിനിടയ്ക്ക് ചിലപ്പോൾ മിഷൻ തകരാറ് വരും. അങ്ങനെ ചില വന്നാലും അതൊക്കെ ഇമ്മീഡിയറ്റ് ഞങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ വന്നു പോയാൽ. അപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും ദൈവം സഹായിച്ച് ഇനിയും പറ്റുമെന്നാണ് പ്രതീക്ഷ. ഈ നെയ്യത്ത് മനസ്സിൽ കരുതിയ നമ്മൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ മനുഷ്യനെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. കാരണം നമ്മളൊന്ന് ഒന്ന് നടന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും ചില ആൾക്കാർ. അത് ആഗ്രഹിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ ഞാൻ മനസ്സിൽ കരുതിയത് നടന്നല്ലോ. ഇതിനൊരു ദൈവികമായ ഒരു കാര്യമുണ്ട്, ദൈവവിശ്വാസം. എത്രത്തോളം? ഞാൻ ദൈവവിശ്വാസിയാണ്. പ്രാർത്ഥനയ്ക്ക് വളരെ ഫലം കിട്ടും എന്നുള്ള വിശ്വാസം എനിക്കാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. എത്രത്തോളമാണ് ആ വിശ്വാസം? എത്രത്തോളം പറഞ്ഞാൽ അത് നമുക്ക് അളക്കാൻ പറ്റില്ല. കറക്റ്റാണ്. മനസ്സരിച്ച് പ്രാർത്ഥിച്ചാൽ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഈ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെല്ലാം വരുമല്ലോ. ഇപ്പം നമ്മൾ റിസ്ക് എന്ന് നേരത്തെ പറഞ്ഞു. ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുക? കാരണം എത്രത്തോളം അത് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും? കാരണം മനസ്സിലൊരു ധൈര്യം ഉണ്ടാവും. മനസ്സിലൊരിക്കലും പരാജയപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ധൈര്യം എപ്പോഴും ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങനെ ഉണ്ടാക്കുന്നതാണ് പ്രാർത്ഥന. എത്ര എംപ്ലോയീസ് ആണ് ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ 16. പിന്നെ മാനേജർ ലെവലിൽ 3, ടോട്ടൽ 20-ന്റെ അടുത്തുണ്ട്. ഓരോ സ്ഥാപനത്തിൻ്റെയും വ്യവസായ സ്ഥാപനം ആയിക്കോട്ടെ, വ്യാപാര സ്ഥാപനം ആയിക്കോട്ടെ, ഇതൊരു യൂണിറ്റാണ്, ഇൻഡസ്ട്രിയൽ യൂണിറ്റാണ്. ഈ ഇൻഡസ്ട്രിയൽ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികൾ അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ. അപ്പോൾ എത്രത്തോളം അതിൻ്റെ വളർച്ചയ്ക്ക് അവരുടെ പങ്ക് വളരെ പ്രധാനമാണ്. അപ്പോൾ സാർ എത്രത്തോളമാണ് സാർ 2 സെക്ടറിലിരുന്നാണ്, കാരണം ഒരു ഗവൺമെൻറ് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ, ഇത് രണ്ടിലിരിക്കുമ്പോൾ ഈ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി സാർ ഒന്ന് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഏതാണ് ബെറ്റർ? പ്രൈവറ്റ് സെക്ടറാണോ ഗവൺമെൻറ് സെക്ടറാണോ എംപ്ലോയീസ് കൂടുതൽ? സത്യം പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറാണ്. കാരണം അതിൽ അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് സെക്ടറിലും ചെയ്യുന്നവരുണ്ട്, ചെയ്യുന്നവർ വളരെ ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ ആൾക്കാരുടെ ഇടയിൽ അത് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതിയാണ്. പക്ഷെ അത് ജനകീയമാക്കി കൊടുക്കാത്തതിനുള്ള കുറേ പരാതികളാണ് അതിലേക്ക് വരുമ്പോൾ. ഗവൺമെൻറ് സെക്ടർ അതിൻ്റെതായ പ്രോബ്ലംസ് കാണും. 30 വർഷക്കാലം ഗവൺമെൻറ് സെക്ടറിൽ ഇരുന്ന് പിരിഞ്ഞു പോകുമ്പോൾ മനസ്സിലെ വിഷമമായിരുന്നു. കാരണം ഇല്ല, അത് പാർട്ട് ഓഫ് ലൈഫ്, പാർട്ട് ഓഫ് സർവീസ്. ഇന്ന ദിവസം നമ്മൾ ജോയിൻ ചെയ്യുന്ന മുതൽ ഇന്ന ഡേറ്റിന് ഞാൻ റിട്ടയർ ആവുന്നുള്ളത് തുടക്കം മുതൽ നമുക്ക് അറിയുന്ന കാര്യമായിരുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഓഫ്സെറ്റ് പ്രിന്റിങ്, കളർ പ്രിന്റിങ്, 4 കളർ ആൻഡ് 8 കളർ 4 കളർ പ്രിന്റിങ്ങിൽ എന്തൊക്കെയാണ് നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നത്? എന്തൊക്കെ ചെയ്യാൻ മനസ്സിലെ ആഗ്രഹമുണ്ട്? 4 കളറിൽ നമുക്ക് ചെയ്യാനുള്ളത് തന്നെ ഈ മാഗസിൻസിൻ്റെ വർക്ക്ഷോപ്പൊക്കെ അധികം കിട്ടുന്നില്ല നമുക്ക്. അപ്പോൾ അതൊക്കെ ഇനി ചെയ്യാം. സ്കൂൾ മാഗസിൻസും മറ്റും എല്ലാം ചെയ്യാൻ പറ്റും ഇനി കുറേയൊക്കെ.
അപ്പോൾ ഈ പേപ്പറിന്റെ ഒക്കെ ഷോർട്ടേജ് ഒക്കെ വരുന്നുണ്ടല്ലോ, ഇതിന്റെ ഈ പേപ്പേഴ്സിന് ആ സമയത്തിന് കിട്ടാതെയുള്ള ചിലപ്പോൾ പ്രശ്നം. അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ കുറേ നേരത്തെ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിച്ചു. പെട്ടെന്ന് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോർ ചെയ്യില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. പിന്നെ ഈ പേപ്പറിന്റെ ഒന്നും നമുക്ക് ക്രെഡിറ്റ് കിട്ടാൻ സാധ്യതയില്ല. ഇല്ല. അതാണ് ഇതിന്റെ ഈ ഫീൽഡിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം. അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ നന്നായിട്ട് വേണം. കാരണം അത് നമുക്ക് സാലറി കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇട്ട് ബുക്കാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പേയ്മെൻറ്റ് റിട്ടേൺസ് കിട്ടാൻ തുടങ്ങുന്നത് ജൂണിന് ശേഷം കിട്ടുള്ളൂ. ശേഷം കിട്ടാൻ തുടങ്ങുള്ളൂ. സ്കൂളുകൾ കുട്ടികൾക്ക് വിറ്റതിന് ശേഷം ജൂണിൽ. അപ്പോൾ അപ്പോൾ അത് താങ്ങാനുള്ള കപ്പാസിറ്റി വേണം നമുക്ക് ഇൻഡസ്ട്രിയിൽ മെയിനായിട്ട്. മൊത്തത്തിൽ എല്ലാ ഇൻഡസ്ട്രിക്കുള്ള ഇതാണ്. ചില ഇൻഡസ്ട്രികൾക്ക് ഫെയിലിയർ ആവാൻ മെയിൻ കാരണം ഞാൻ മനസ്സിലാക്കിയതാണ്. ഈ വർക്കിംഗ് ക്യാപിറ്റൽ അവർ ഈ പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. വർക്കിംഗ് ക്യാപിറ്റൽ ഇടുന്നത്രയും നമുക്ക് പിന്നെ ഒരു ലോങ് വിഷൻ ഇല്ല. പ്ലാൻ ഉണ്ട്. ശരിയാണ്. ഇതൊന്നും ഇല്ലാതെയാണ് നമ്മൾ കാരണം ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ കേരളത്തിൽ നടത്താൻ പറ്റില്ല അങ്ങനെ ഒരു. പക്ഷെ നമ്മൾക്ക് വ്യക്തമായ പ്ലാനും വ്യക്തമായ അജണ്ടയും വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാനോട് കൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ വ്യവസായം ജീവിപ്പിക്കാൻ വർക്കേഴ്സിന്റെ സഹകരണം കിട്ടും, എല്ലാം ചെയ്യും. ഇതിനെ കിട്ടും. ഇപ്പോൾ ഈ പേപ്പർ മിൽസിൽ പ്രത്യേകിച്ച് നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം. പിന്നെ ഉള്ളത് ഈ പ്രിന്റേഴ്സൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആണ്. ഇവിടെ കേരളത്തിലുള്ളവർ പരിചയമുള്ളവർ കുറവാണ്. ആ ഒരു പ്രശ്നം. ടൈപ്പിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് DTP ഇപ്പോൾ നമ്മൾ ഔട്ട്സോഴ്സാണ് ചെയ്യുന്നത്. ഇപ്പോൾ പുറത്ത് കൊടുത്താണ് ചെയ്യുന്നത്. അതൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. തുടങ്ങിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു DTP വർക്കൊക്കെ ചെയ്ത് എല്ലാം. ഞാൻ രാവിലെ ഒരു 8-9 മണിക്ക് ഓഫീസിൽ എത്തും. ഇവിടെ അങ്ങനെ സ്ഥിരമായിട്ട് വരേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ മറ്റുള്ളവരൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർ സ്കൂളുകാരെ കോൺടാക്ട് ചെയ്യലും അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഒരു ഇതിലിപ്പോൾ അനുജൻ്റെ ബ്രദറിൻ്റെ എത്രമാത്രം സപ്പോർട്ടാണ്? അത് ഫുൾ അവൻ്റെ സപ്പോർട്ട് തന്നെയാണ് മെയിൻ. ഫൈനാൻഷ്യലായിട്ട് കാര്യങ്ങൾ തന്നെ ഷുവർ. ഇടയ്ക്ക് 1-2 ദിവസത്തിലിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. മാതാപിതാക്കളെ കുറിച്ച് ബാപ്പ 84 വയസ്സായി ജീവിച്ചിരിപ്പുണ്ട്. ബാപ്പ 2 പേരും വിജയിച്ചിരിപ്പുണ്ട്. വീട്ടിൽ തന്നെ. ഇല്ല, വീട്ടിൽ തന്നെയാണ് ബാപ്പ. ബിസിനസ്സുമായിട്ട് യാതൊരു ഇതുമില്ല. ഇല്ല, മറ്റേ അഗ്രികൾച്ചറിസ്റ്റാണ്. എത്രത്തോളമാണ് ഇക്കാടെ ജീവിതത്തിൽ വാപ്പ സ്വാധീനിച്ചിട്ടുള്ളത്? കാരണം ജീവിതത്തിൽ മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങളും സ്വാധീനവും വളരെ അതിനൊരു നേരത്തെ പറഞ്ഞ നമ്മൾ ദൈവവിശ്വാസം എത്രത്തോളം എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം ചോദിക്കുന്നത് തന്നെ മണ്ടത്തരമൊന്നും കാരണം ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എത്രത്തോളമാണ്? വാപ്പയുടെ ഗൈഡൻസ് എല്ലാ കാര്യത്തിനും ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ആരെയും പറ്റിക്കരുതെന്നുള്ള ഇതാണ് വാപ്പയ്ക്ക് പണ്ട് മുതലേ ഉള്ളത്. ഏറ്റവും വലിയ ഉപദേശം തന്നെയാണ്.